നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. എന്താണ് തപസ്? തപസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ചില ചിത്രങ്ങളാണ്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെ നടുക്ക് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുക, ഘോരമായ വനത്തിൽ പത്മാസനത്തിലിരുന്ന് ധ്യാനനിരതനായിരിക്കുക, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് തപസ് എന്ന് പറയുമ്പോൾ ഓടിയെത്തുക. പക്ഷേ തപസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. തപസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അർത്ഥം. ഏതൊരു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിനെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ശ്രദ്ധയോടുകൂടി ആ പ്രവൃത്തികളിൽ ഏർപ്പെടുക. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കി നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ ഉപാസനയിലൂടെ, ശുദ്ധ ഭക്തിയോടുകൂടി, ശുദ്ധ ഉദ്ദേശശുദ്ധിയോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക. അതാണ് തപസ്. ചുരുക്കം പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വല്ലോണം ജീവിക്കാതെ നല്ലോണം ജീവിക്കുക, അതുതന്നെയാണ് തപസ്. നന്ദി, നമസ്കാരം.